ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പണിക്ക് ചെല്ലുമ്പം ഇതുപോലുള്ള പെയിൻറ്റ് ബക്കറ്റൊക്കെ ആയിരിക്കും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ വയറിങ്ങിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ചെയറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കയറി നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 ലിറ്ററിൻ്റെ ബക്കറ്റ് അടിയിലും 10 ലിറ്ററിൻ്റെ ബക്കറ്റ് മുകളിലും വെച്ച് ഈ കാണുന്ന രീതിയിൽ കയറി നിൽക്കും. അപ്പോൾ നമ്മൾ ചില വീടുകളിൽ ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ ചെല്ലുമ്പം കൈ കിട്ടുന്ന എന്താണോ അതൊക്കെ വെച്ച് ഇങ്ങനെ ഒപ്പിക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 70 കിലോ വെയിറ്റുള്ള എന്നെ ഈ ഒരു പെയിൻറ്റ് ബക്കറ്റ് കറക്റ്റായിട്ട് താങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് പണി തീർത്ത് വീട്ടിൽ പോകാനുള്ളതുകൊണ്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്തതാണ്. പിന്നെ കയറി നിൽക്കാനുള്ള സ്കഫോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പുറത്തെ പണിക്ക് വേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ ഈ വീട്ടിലെ വർക്കിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ കൂടെ ശരത്തും ഉണ്ടായിരുന്നു. ഇതെൻ്റെ കസിൻ ബ്രദറും അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അതുപോലെ നമ്മളിന്നിവിടെ വർക്കിന് നിൽക്കുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. മഴയൊക്കെ പെയ്ത് കോടമഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലാത്തതാണ് ഇപ്പോൾ നിലവിൽ. അതുപോലെ ഇങ്ങോട്ടുള്ള വഴിയും ഇവിടെ വരെ കുഴപ്പമില്ല, പിന്നീട് അങ്ങോട്ടെല്ലാം മോശമാണ്. ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും തന്നെ ഇവിടേക്കാണ് 2 വീലർ വെക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ വീട്ടിലെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഏകദേശം 6 മണിയൊക്കെ ആയി. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. വെള്ളം കുറഞ്ഞല്ലേ? ഇത് കുഴപ്പമില്ല. കല്ല് കുഴപ്പമില്ല, പയ്യെ എടുത്തോ.